ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരെ ബഹിഷ്കരിക്കാനുള്ള പുതുപ്പാട് പഞ്ചായത്തിലെ മഹല്ല് കമ്മിറ്റിയുടെ നീക്കത്തെ അഭിനന്ദിച്ച് KT ജലീൽ MLA. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നീക്കവുമായി രംഗത്ത് വന്ന പുതുപ്പാടിയിലെ മുസ്ലിം മഹല്ല് കമ്മിറ്റികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കുത്തിക്കൊന്നതോടെയാണ് മഹല്ല് കമ്മിറ്റികൾ സംയുക്ത യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ഇനി മുതൽ ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് മഹല്ലുകളിൽ നിന്ന് വിവാഹത്തിന് ആവശ്യമായ സ്വഭാവ ശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. KT ജലീൽ MLAയുടെ ഫേസ്ബുക്ക് കുറിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നീക്കവുമായി രംഗത്ത് വന്ന പുതുപ്പാടിയിലെ മുസ്ലിം മഹല്ല് കമ്മിറ്റികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലെന്നും മറ്റു മതസമുദായങ്ങൾ ഇത്തരമൊരു തീരുമാനവുമായി രംഗത്ത് വരുന്നതിന് മുൻപ് പുതുപ്പാടിയിലെ മഹല്ല് ജമാഅത്തുകൾ ഇത്തരമൊരു പരസ്യ പ്രഖ്യാപനത്തിന് മുതിർന്നത് ഒരുതരം കുറ്റസമ്മതവും ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കിലുമല്ലേ എന്ന് മീഡിയ വണ്ടിലെ അടപ്പുകൂട്ടി ചർച്ചാ വിദഗ്ധർ നാളെ ഓരിയിട്ടേക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുതുപ്പാടിയിലെ മഹല്ല് ജമാഅത്തുകൾ സംഘികൾക്കും കാസാക്കാർക്കും വടി കൊടുത്തു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് സമുദായ സ്നേഹികളും രംഗത്ത് വന്നേക്കാം. RSS മുഖപത്രമായ ഓർഗനൈസർ ഇത് വാർത്തയാക്കുമെന്ന് പേടിപ്പെടുത്തി വാളെടുക്കുന്നവരും സടകുടഞ്ഞ് എഴുന്നേറ്റേക്കാം. അത്തരം ജൽപ്പനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ സധൈര്യം സ്വയം വിമർശനത്തോടെ സ്വന്തത്തിലേക്ക് നോക്കാൻ ആരും തയ്യാറായില്ലെങ്കിൽ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാകും. അവിടെയാണ് പുതുപ്പാടി പ്രദേശത്തെ മഹല്ല് കമ്മിറ്റികളുടെ തീരുമാനം പ്രസക്തമാകുന്നത്. മതപഠനം കാലാനുസൃതമായി പരിഷ്കരിക്കണം. കരുണ, ദയ, സഹിഷ്ണുത, പരമത ബഹുമാനം, ജനാധിപത്യ മനോഭാവം, വികാരത്തെക്കാൾ വിചാരത്തിന് പ്രാമുഖ്യം നൽകേണ്ടതിന്റെ ആവശ്യകത, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും പാലിക്കേണ്ട മര്യാദകൾ, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുന്നതും പറ്റിച്ചു സ്വന്തമാക്കുന്നതും, കള്ളക്കടത്ത് നടത്തുന്നതും സാമ്പത്തിക സത്യസന്ധത പുലർത്താത്തതും മതവിരുദ്ധമാണെന്ന ശക്തമായ ബോധം, മദ്യവും മയക്കുമരുന്നും പുകയിലയും പാൻ മസാലയും ഉപയോഗിക്കുന്നത് അതും ഉപയോഗിക്കുന്നവരെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുമെന്ന പാഠം തുടങ്ങി പുതിയ കാലത്തിന്റെ സാഹചര്യം അനുസരിച്ചിട്ടുള്ള വിഷയങ്ങൾ മദ്രസ സിലബസിന്റെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. യുക്തിസഹമായി മതത്തെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായാലേ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയൂ. സ്വയം വിമർശനം നടത്താൻ തയ്യാറാകാത്ത ജനവിഭാഗങ്ങൾ തകർന്നടിയും. അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹം മതം പതിക്കുന്നത് നമുക്ക് എങ്ങനെ സഹിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. മതപഠനം ലഭിക്കുന്നവരാകണം തെറ്റു ചെയ്യുന്നവരിൽ ഏറ്റവും കുറവ്. പക്ഷെ വർത്തമാന അനുഭവം അതാണോ എന്നും ഒരു ധാർമ്മിക വിദ്യാഭ്യാസവും കിട്ടാത്തവരുടെ സൂക്ഷ്മത പോലും മതം പഠിക്കുന്നവരിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ലിബറലിസവും ഭൗതിക ദർശനങ്ങളും ജീവിതത്തിൽ വരിച്ച നിരവധി ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അവരുടെ സാംസ്കാരിക ഔന്നിത്യവും അവരുടെ മക്കൾ പുലർത്തുന്ന സദാചാര ബോധവും മതവിശ്വാസികൾ എന്ന് ഘോഷിക്കുന്ന പലരിലും കാണാൻ കഴിയുന്നുണ്ടോ എന്നും അനധികൃതമായി പണം സമ്പാദിക്കാനുള്ള മറയായി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ സമൂഹത്തിന് കഴിയണമെന്നും KT ജലീൽ പറഞ്ഞു. അന്യായമായി സ്വത്ത് സമ്പാദിച്ച് സമ്പന്നരായവരെ പള്ളി കമ്മിറ്റികളുടെയും ഇടവകളുടെയും ക്ഷേത്രങ്ങളുടെയും ഭാരവാഹിത്വത്തിൽ ഒരിക്കലും കൊണ്ടുവരാതെ ബന്ധപ്പെട്ടവർ നോക്കണം. അത്തരക്കാർ മതസ്ഥാപനങ്ങളുടെ തലപ്പത്ത് വന്നാൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി ആളാവുക എന്ന തെറ്റായ സന്ദേശമാകും അത് ജനങ്ങൾക്ക് നൽകുക. അതുവഴി ലഹരി വിൽപ്പനയും നിയമവിരുദ്ധ മാർഗങ്ങളും ധനാഢ്യരാകാൻ ചെറുപ്പക്കാർക്ക് പ്രചോദനമായാൽ പൂർണ്ണമായും അവരെ പഴിക്കാനാകുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ രാസലഹരിയുടെയും കഞ്ചാവിന്റെയും ശപിക്കപ്പെട്ട ലോകത്ത് നിന്ന് രക്ഷിക്കണമെന്നും പുതുപ്പടി മേഖലയിലെ മഹല്ലുകളുടെ ധീരമായ തീരുമാനം കാലാന്തരത്തിൽ സഹോദര മതസ്ഥരും ഏറ്റെടുക്കുമെന്നും തീർച്ചയാണ്. രാസലഹരിയും കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും ഉപയോഗിക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നാടും നഗരവും സമുദായങ്ങളും ഒറ്റപ്പെടുത്തണമെന്നും ചെയ്ത കുറ്റത്തിന്റെ ശിക്ഷ നിയമാനുസൃതം ലഭ്യമാക്കിയ ശേഷം അവരെ തെറ്റുതിരുത്തി അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ സാമൂഹ്യ കൂട്ടായ്മകൾ പരമാവധി ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നന്നാവുന്നില്ലെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിടണം. സമുദായവും സമുദായത്തിന്റെ സംവിധാനങ്ങളും നാടും സമൂഹവും അവരുടെ കൂടെ ഉണ്ടാവില്ലെന്ന് നിസ്സംശയം അത്തരക്കാരെ ബോധ്യപ്പെടുത്തണം. മദ്രസ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കുടുംബാന്തരീക്ഷവും ഭേദപ്പെടുത്തണം. ഒരു വ്യക്തിയിൽ സംസ്കാരം രൂപപ്പെടുന്നത് അവരവരുടെ വീട്ടിൽ വെച്ചാണ്. കുട്ടികൾ കേൾക്കെ അശ്ലീല പദങ്ങൾ മാതാപിതാക്കളും ഗുരുനാഥന്മാരും ഉപയോഗിച്ചാൽ അവരും അത് ശീലിക്കും. പുകവലിക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും മതപുരോഹിതന്മാരും പുകയില ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എങ്ങനെയാണ് കുട്ടികളെ ഉപദേശിക്കുക എന്നും കൂട്ടുകാരുമായും ജ്യേഷ്ഠന്മാരുമായും പരസ്പരം വഴക്കിടുമ്പോൾ അസഭ്യ വാക്കുകൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് കേൾക്കാറില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ രക്ഷിതാക്കളോ പാഠശാലകളിൽ ഗുരുനാഥന്മാരോ അശ്ലീല വാക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതെ നോക്കണമെന്നും ഓരോ കുട്ടിയുടെയും മാതൃകാ പുരുഷൻ അവരുടെ പിതാവാണ്, മാതൃകാ വനിത അവരുടെ മാതാവാണ്.
മൂന്നാമത്തെ അവരുടെ മാതൃക അധ്യാപകരാണ്. മാതൃകരായി കുട്ടികൾ കാണുന്നവർ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ വളരുന്ന തലമുറയും അത് പുലർത്തില്ല. ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുണ്ടാക്കിയ പണം മക്കളുടെ വയറ്റിലാകാതെ നോക്കണം. വേറൊരുത്തന്റെ കണ്ണുനീരിൽ കുതിർന്ന രൂപ കൊണ്ട് വാങ്ങിച്ച ഭക്ഷണവും വസ്ത്രവും പഠനോപകരണങ്ങളും ആർഭാട വസ്തുക്കളും മക്കൾക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. കട്ടും കവർന്നും പറ്റിച്ചും വഞ്ചിച്ചും അഴിമതി നടത്തിയും ഉണ്ടാക്കുന്ന ധനം കുടുംബത്തിനായി ചിലവഴിച്ചാൽ നല്ല ഫലം തിരിച്ചു കിട്ടുമെന്ന് ആരും സ്വപ്നം കാണരുത്. കഞ്ചാവ് കൃഷി ചെയ്താൽ ഭക്ഷ്യധാന്യം വിളവെടുക്കാനാവില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും മതപുരോഹിതരും ആത്മീയ നേതാക്കളും അത്യാർഭാടം ഉപേക്ഷിക്കുക. അവർ കൊട്ടാര സമാനമായ മണിമന്ദിരങ്ങൾ പണിത് ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താതിരിക്കുക. വിവാഹ മാമാങ്കങ്ങൾ നടത്തി സമൂഹത്തിൽ സ്വയം പരിഹാസ്യരാകാതിരിക്കുക. മതപ്രഭാഷകർ മുൻകൂട്ടി സംഖ്യ നിശ്ചയിച്ച് പടച്ചോനെ പേടിയില്ലാതെ ധർമ്മോപദേശം നടത്തുന്നത് അവസാനിപ്പിക്കുക. പറയാനുള്ളത് അർഹത പറയാനുണ്ടോ എന്ന് കേൾക്കുമ്പോൾ സസൂക്ഷ്മം നിരീക്ഷിക്കും. ആ ഓർമ്മ എല്ലാവർക്കും വേണമെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.